നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോഴായതൊരു വീടായത്. ഏയ്, വീടാകണമെങ്കിൽ ശാലിനിയും കൂടെ വരണം. എന്നാലല്ലേ എല്ലാവരും കൂടി ഒത്തുകൂടിയെന്ന് പറയാൻ പറ്റൂ. അമ്മയാകെ മാറിയിരിക്കുക. മനസ്സ് നിറയെ സന്തോഷ. ഈ അമ്മയെ തന്നെയാ ഞാൻ എന്നും കാണാൻ ആഗ്രഹിക്കുന്നത്. എടാ വിഷ്ണു, നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. ആ കമലിനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവനെയും കൂടി വിളിച്ചോ. എല്ലാരും കൂടിയുള്ള സന്തോഷമല്ലേ, ആരെയും അങ്ങനെ മാറ്റി നിർത്തണ്ട. അവനെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരും, കേട്ടോണ്ടെന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആ ദണ്ട കണ്ടോ. ആ രോഹിത്തെ, നേരത്തെ കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം കൃത്യമായിട്ട് നോക്കണേ. എന്തേലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോയി മാറ്റി വാങ്ങിച്ചോണം. നിങ്ങള് രണ്ടുപേരോടോ പറയുന്നേ. പപ്പിമോളുടെ ഡ്രസ്സ് അവളെ കൊണ്ട് ഇടിയിച്ച് തന്നെ നോക്കണം. അതെല്ലാം നോക്കി കഴിഞ്ഞു സത്യമേ, എല്ലാം കീറി കൃത്യമാ. ഇപ്പോഴാ നീ യഥാർത്ഥ ഭാര്യയായി മാറിയത്. ആ പഴയ ഭാമ. ഓ അത് ശരി. ഈ വയസ്സാം കാലത്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ. പിന്നെ ഇത് നരകറിയുന്നേ ഉള്ളൂ. ഞാൻ അത്ര കഴിവൊന്നും ആയിട്ടില്ല. പിന്നെ ഓ ഈ ഇടക്കാലത്ത് നിനക്ക് കുറെ മാറ്റങ്ങൾ വന്നു. നിന്റേതല്ലാത്ത സ്വഭാവത്തിൽ നീ കുറെ നാളങ്ങ് ജീവിച്ചു. പക്ഷേ ഇപ്പൊ നീ തീർത്തും എന്റെ ആ പഴയ ഭാമയായി മാറി. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നോ അതുപോലെ എനിക്ക് സന്തോഷമായി ഭാമേ. നിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാ. എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയാ. എന്താ രാഘവേട്ട ഇത്, മനുഷ്യനിങ്ങനെ കരയിപ്പിക്കാൻ വേണ്ടി? നിനക്കെന്നും ഇതുപോലെ ഇരുന്നൂടെ? നിന്നിലൂടെ നമ്മുടെ കുടുംബം പോകുന്നതേ നിന്റെ സന്തോഷം തന്നെ. ഇവിടെ എല്ലാവരുടെ സന്തോഷം. നിന്റെ മനസ്സ് എന്നും ഇങ്ങനെയാണെന്ന് വെച്ചാ ഭാമേ, ഈ വീട്ടിൽ എന്നും സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞില്ല രാഘവേട്ട, ഞാനിനി എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. നിങ്ങളുടെയൊക്കെ സന്തോഷ ഇനി എന്റെ സന്തോഷം. എല്ലാം കൊണ്ടും ഇതൊരു നല്ല സൂചനയാ. ഇല്ലടാ പോലെ അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.